ഹായ്, മറിയാണ് പരിസിയ PMA അക്കാഡമി ആൻഡ് സ്റ്റുഡിയോയിൽ നിന്നും. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് ചെയ്ത ഒരു മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ 2.5 വർഷം കഴിഞ്ഞിട്ടുള്ള റീടച്ച് വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കുട്ടി നമ്മളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് പറഞ്ഞത്, നമുക്ക് തന്ന റെഫറൻസ് വന്നിട്ട് നയൻതാരയുടെ പുരുവത്തിൻ്റെ ഒരു ഷേപ്പായിരുന്നു. നിങ്ങൾക്കറിയാം, നയൻതാരയുടെ പുരുവം നേരത്തെ ഭയങ്കര തിന്നായിരുന്നു, റൗണ്ട് ഷേപ്പിലായിരുന്നു. അതിനുശേഷം അവർ ബ്രോഡായിട്ട് സ്ട്രൈക്ക് ലുക്കിലേക്ക് മാറിയപ്പോഴുള്ള ഒരു ചേഞ്ചസ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ നമ്മളുടെ അടുത്ത് മൈക്രോ ബ്ലേഡിങ്ങിന് വരുമ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് സ്ട്രൈറ്റ് ലുക്ക് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഒരു 3 വർഷം മുമ്പൊക്കെ അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലുക്കുമായിട്ട് വരുന്ന ആൾ റെഫറൻസ് തരുന്നവർ കുറവായിരുന്നു. അന്നത്തെ സമയത്ത് ആൾ പറഞ്ഞത് ഹെയർ ഒട്ടും ഉണ്ടായിരുന്നില്ല, ഉള്ളതിൽ ഫുൾ വീതി എടുക്കണം, ലെങ്ത് വേണ്ട, ബ്രോഡായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ കുറേ പറഞ്ഞു, ഇത്രയും വീതി വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ 2.5 വർഷത്തിന് ശേഷം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട്. അത് തന്നെയല്ല, ആ ഗ്രോത്ത് ആയ സ്ഥലത്ത് വരെയുള്ള വീതി വേണം, കുറച്ചുകൂടി ബ്രോഡ് ആക്കണം, കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ആ വർക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മൾ 2.5 വർഷം മുമ്പ് ചെയ്ത ഐബ്രോസ്. ഇത് സ്ട്രൈറ്റ് ലുക്കാക്കി. ഇതിന് ബിഫോർ ഉണ്ടായിരുന്ന ഇത്ര ഹെയർ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. 2.5 വർഷത്തിന് ശേഷം നമ്മളിത് റീടച്ച് ചെയ്ത റിസൾട്ടാണ് ഈ കാണുന്നത്. റിയ, ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊരു 2.5 ഇയേഴ്സിന് മുമ്പാണ് വന്ന് ചെയ്തത്. ആ സമയത്ത് എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാണിച്ച പിക്ചർ നയൻതാരയുടെ ആയിരുന്നു. നയൻതാരയുടെ ഐബ്രോസ് പോലെ എനിക്ക് ബ്രോഡായിട്ട് വരണമെന്നായിരുന്നു. അപ്പം ആദ്യത്തെ പ്രാവശ്യം അത് കറക്റ്റ് ചെയ്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ ബ്രോഡാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവിടെയൊക്കെ ഒരു ലെങ്ത് കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലൊക്കെ തന്നെ എന്താ പറയുക ചെയ്തു തന്ന് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പിക്ചർ എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു.